ഹേ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർമെലോൺ ട്രേ ആണ്. അതും ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട്. ഹോം മെയ്ഡ് ക്ലേ എന്ന് പറയുമ്പോൾ കുക്ക് ചെയ്ത ക്ലേ അല്ല, കുക്ക് ചെയ്ത ക്ലേ ആണ് കേട്ടോ ഏറ്റവും നല്ലത്. കുക്ക് ചെയ്യാത്തതാവുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ അത് കിട്ടണം എന്നില്ല. ഇത് വെച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തു നോക്കിയതാണ് കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോൺ സ്റ്റാർച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീട്ടിൽ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നല്ല രീതിയിൽ തിരിച്ചും മറിച്ചും പരത്തി കൊടുക്കുക. ഒരു ഭാഗം കട്ടി കൂടിയോ ഒരു ഭാഗം കട്ടി കുറഞ്ഞോ ഉണ്ടാക്കാതിരിക്കുക. നല്ല രീതിയിൽ പരത്തി തന്നെ ഉണ്ടാക്കുക. ഈ ക്ലേ കുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു ബോർഡിൽ. അതിനുശേഷം വാട്ടർമെലോണിൻ്റെ ഷേപ്പിൽ ഒരു പേപ്പറിൽ വരച്ചിട്ട് ഇതേപോലെ മുറിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. അതുമാത്രമല്ല, എൻ്റെ കയ്യിൽ ക്ലേ ആർട്ട് ചെയ്യേണ്ട ടൂൾസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്റ്റീലിൻ്റെ ഒരു സ്കെയിലും ബ്ലേഡും വെച്ചിട്ടാണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ക്ലേൻ്റെ ടെക്സ്ചർ ഭയങ്കര ലൂസായിരുന്നു. എന്നിട്ടും അവസാനം എന്തോ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ക്ലേ ശരിക്കും പൊറോട്ടക്ക് മാവ് കുഴച്ചതുപോലെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ട് രണ്ടും തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഇത് രണ്ടും തമ്മിൽ ഒട്ടിപ്പിടിക്കാത്തതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടായിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം ഈ ഒരു രീതിക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്ടർമെലോണിൻ്റെ സീഡ്സും കൂടി ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് ഞാൻ ഒരു ദിവസം മുഴുവൻ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വൈറ്റും റെഡും എടുത്ത് പെയിന്റ് അടിച്ചു കൊടുത്തു. പിന്നെ താഴെ പച്ചയും അതിൻ്റെ മുകളിലായിട്ട് ലൈറ്റ് പീച്ചും ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് സീഡ്സിനും കൂടി കളർ ചെയ്ത് പിന്നെ വാർണിഷും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയുക.